Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോയ വ്ളോഗാണ് ഇടാൻ പോകുന്നത്. ഇത് ഞങ്ങൾ പരവൂരാന്ന് തോന്നുന്നു പോയത്. കൊല്ലം പരവൂർ. കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ നാളായി ഇങ്ങനെ വിചാരിക്കുന്നു ലോങ് വീഡിയോസ് ഇടണമെന്ന്. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ലാഗായതാണ്. ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ട്രാവൽ വ്ളോഗിലോട്ട് കിടക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയാം. ഇത് കടലും കായലും കൂടെ ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലമായിരുന്നു ഗൈസ്. അങ്ങ് അറ്റത്ത് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടും. കടലിലെ തിരമാലകൾ വന്ന് ഇങ്ങോട്ട് അടിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത്. ഈ വീഡിയോയിൽ ഇങ്ങനെ ഷെയ്ക്ക് വരുന്നത് ഞാൻ എൻ്റെ കൈയാണ് ആ ബോർഡിനകത്ത് താങ്ങി പിടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തത്. മീൻസ് അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൈ വേദന എടുത്തുകൊണ്ട് ഞാൻ അവിടെ ചാരി വെച്ച് എൻ്റെ കൈ ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്തു. അപ്പം ആ ഒരു വൈബ്രേഷൻ കൊണ്ടാണ് ഇങ്ങനെ ബ്ലറായിപ്പോയത്. ക്ഷമിക്കണം. കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവന്ന് ഇടത്തില്ലയോ, എന്നാൽ അതേപോലൊന്നുമല്ല. ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, മീൻസ് ഞങ്ങളുടെ ഫാമിലിക്ക് തോന്നിയത്, ഇത് ഇവർ വെള്ളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഈ കായലല്ലയോ, അപ്പോൾ അവിടെ ഇറക്കുമെന്ന് പറഞ്ഞപ്പം അവർ പിന്നെ പറഞ്ഞ് ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതേ ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പം. പിന്നെ അവരൊരു ലിസ്റ്റ് തന്ന് ഇങ്ങനെ ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ സ്ഥലങ്ങൾ കാണിക്കും. ഇങ്ങനൊരു കിളി ഉണ്ടായിരുന്നു, അതിപ്പം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള കിളികളെ ഇവിടെ കാണാം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ കാണുകയും ചെയ്തു. നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഞങ്ങൾക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. നല്ലൊരു സ്പോട്ടാണ്, എല്ലാവരും വിസിറ്റ് ചെയ്യണം. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കടലിൻ്റെ തിരകൾ കായലിലെ വെള്ളത്തിൻ്റെ അടുത്തോട്ട് വരുന്നത് നമുക്ക് കാണാം. അത് ഈ ഒരു സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ളതായിരുന്നു. പിന്നെ അവർ നമ്മളെ ഓരോരുത്തരത്ത് കൊണ്ടിറക്കും. ഇവിടെ നമ്മളെ ആ ബീച്ചിൽ ഇറക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഭയങ്കര തിരമാല കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് ഇറക്കാൻ പാടില്ലെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിയമമെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിട്ടു. ഞങ്ങൾ പിന്നെ വെളിയിൽ പോയാണ് ഫുഡൊക്കെ കഴിച്ചത്. ബിക്കോസ് ഇവിടെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കൂടും. പിന്നെ നല്ലൊരു സ്പോട്ടായിട്ടോ, എല്ലാവരും വിസിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് പല ഗ്രൂപ്പ് നടത്തുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നത്. ബിക്കോസ് ഞങ്ങൾ മാത്രമല്ലായിരുന്നു അവിടെ, വേറെ ഒത്തിരി സ്ഥലത്തുനിന്നും ബോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയുള്ള ഇടവഴി കൂടെയൊക്കെ പോയി. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നതുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ഒത്തിരി പേര് തന്നെ വിസിറ്റ് ചെയ്യുന്ന പ്ലേസാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു വീഡിയോ നീട്ടുന്നില്ല. ഇതൊക്കെ കാണുമ്പം എനിക്കൊരു മെമ്മറിയാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫോണിൽ സ്റ്റോറേജൊക്കെ കൂടിക്കഴിഞ്ഞാലും നമ്മൾ തന്നെ ഇത് ഡിലീറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വയസ്സായി കഴിയുമ്പോൾ കാണുമ്പോൾ നല്ലൊരു സന്തോഷമായിരിക്കും. ഇങ്ങനെ പോയിട്ടുണ്ട്, ഫാമിലി ആയിട്ട് പോയി എന്നുള്ളൊരു മെമ്മറി ആയിരിക്കും. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.